ഗാസയിൽ ഹമാസ് ഭീകരർ ആയുധങ്ങളും തീവ്രവാദികളെയും കടത്താൻ ആംബുലൻസുകൾ ഉപയോഗിക്കുന്നതായി IDF. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഡ്രോൺ നിരീക്ഷണത്തിലാണ് തെളിവ് സഹിതം സംഭവം പുറത്തായത്. ഹമാസ് പതിവായി നടത്തുന്ന ന്യായീകരിക്കാനാവാത്ത ചൂഷണത്തിന്റെയും തീവ്രവാദ ആവശ്യങ്ങൾക്കായി സാധാരണ ജനതയുടെ മറവിൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളുടെയും കൂടുതൽ തെളിവാണിതെന്ന് IDF പറഞ്ഞു. വെടിനിർത്തൽ ആരംഭിച്ചതു മുതൽ ഹമാസ് കരാർ ലംഘിക്കുകയും സൈനിക ശേഷി പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുവെന്നും ഇസ്രായേൽ പറയുന്നു. ആശുപത്രികളുടെയും സ്കൂളുകളുടെയും ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെയും മറവിൽ അവരെ ഇരയാക്കി മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസ് നടത്തുന്നത് ഗാസയുടെ നന്മയ്ക്കുള്ള പ്രവർത്തനമല്ല, നാശത്തിനാണെന്നും IDF പ്രതിനിധി പറഞ്ഞു. 2023 ഒക്ടോബർ 7 കൂട്ടക്കൊലയിൽ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ആംബുലൻസുകളിൽ ഗാസ സ്ട്രിപ്പിന് ചുറ്റും മാറ്റിയതായി ഇരയായവർ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ ഹമാസ് ഗാസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനു പകരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തുവന്നത്.